ജോർജ് ടൗണിലേക്ക് തന്നെയാണ്. അവിടെ ഒരു പെരണഗൻ മാൻഷൻ ഉണ്ട്, അത് കാണണം. പിന്നെ അവിടെയുള്ള ലോക്കൽ സ്ട്രീറ്റ് കഴിഞ്ഞ ദിവസം പോയപ്പോൾ നമ്മൾ കറങ്ങിയതാണ്, അവിടെ ഒന്നുകൂടി കറങ്ങണം. അപ്പോൾ എല്ലാ വിശേഷങ്ങളുമാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാബ് വിളിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ്. അൽവിൻ മുന്നിലുണ്ട്. ജോർജ് ടൗണിലേക്ക് യാത്ര. അങ്ങനെ ഇപ്പം നമ്മൾ പിനാങ്ങിലുള്ള ജോർജ് ടൗണിലെ 29th സ്ട്രീറ്റിലുള്ള പെരണഗൻ മാൻഷൻ കാണാനായിട്ട് എത്തി. ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എൻട്രി ആണ്. ഇനി മാൻഷൻ ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ഇങ്ങനെ വളരെ ആഡംബരമായ ഒരു ഇൻറ്റീരിയറൊക്കെ ചെയ്ത്, എന്നാലും ആ പഴക്കം തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം പെർ ഹെഡ് 30 റിങ്കറ്റാണ് ചാർജ്. 30 എന്ന് പറഞ്ഞാൽ ഏകദേശം 700-750 ഇടയിൽ വരുന്നൊരു സംഖ്യ വലിയവർക്ക്. കുട്ടിയൊക്കെയാണെങ്കിൽ അത് 18 മെൽവിന് 18. അപ്പോൾ ഇതിന് ടിക്കറ്റ് ഒന്നുമില്ല. അതേമാതിരി കയ്യിലൊരു സീൽ ചെയ്ത്, എൻ്റെ കയ്യിലത് കാണാനില്ല. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ തോന്നിച്ചാൽ അത് തെറ്റി. ഇതൊക്കെ പഴയ ജീവിത ശൈലിയിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പെരണഗൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. ഫോട്ടോഗ്രാഫിക്കൊന്നും ഒരു പ്രശ്നമില്ല, ഫോട്ടോ എടുക്കാം. പക്ഷെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാം പഴയ പ്രാചീന കാലത്തുള്ള സാധനങ്ങളാണ്. അതൊക്കെ തട്ടിമുട്ടി പൊട്ടിക്കാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെയുള്ള ഇതേമാതിരിയുള്ള ചെയറുകളിലൊന്നും ഇരിക്കരുത്. ബാക്കി നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാം, ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ചരിത്രം കൂടി നോക്കാം. ഇത് ഏത് കാലത്ത് വന്നു എന്നുള്ള ഡീറ്റെയിലുകളൊക്കെ ഒന്ന് പരിശോധിച്ച് ചരിത്രവും ഒപ്പം അതിൻ്റെ ഒരു പ്രൗഢിയും കാണിക്കുന്ന ഒരു മ്യൂസിയമാണ് കേട്ടോ ഇത്. മലേഷ്യയിലെ പെനാങ്ങിലെ വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് പെനാങ് കാണാനില്ല. എന്നാലും കാണാനുള്ളതൊക്കെ അതിമനോഹരമാണ്. അങ്ങനെ പെനാങ്ങിലുള്ള എന്തായാലും ഈ ചരിത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ പെരണഗൻ മാൻഷൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ 19ാം നൂറ്റാണ്ടിലെ സമ്പന്ന വർഗ്ഗങ്ങളാണ് ഈ പെരണഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ. അപ്പോൾ അവരുടെ ജീവിതശൈലിയും സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന ഒരു മ്യൂസിയമാണ് ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലേഷ്യയിലും സിംഗപ്പൂരിലും കുടിയേറി പാർത്ത ചൈനീസ് വ്യാപാരികൾ പ്രാദേശികമായ മലായ് വംശജരായ സ്ത്രീകളെ വിവാഹം കഴിച്ചതിലൂടെ രൂപപ്പെട്ട ഒരു സങ്കര വർഗമാണ് പെരണഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവരെ പുരുഷന്മാരെ ബാബ എന്നും സ്ത്രീകളെ നോന്യ എന്നുമാണ് വിളിക്കുന്നത്. അങ്ങനെ ബാബ നോന്യ എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. 1890 കാലഘട്ടത്തിലൊക്കെ ഈ നോന്യകൾ ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ വിവാഹ വസ്ത്രമായിട്ട് കാണുന്നത്. ഇന്ന് പോലും നമുക്ക് ഇത്ര വസ്ത്രങ്ങൾ കാണാൻ കിട്ടില്ല. സ്വർണത്തിലും വജ്രത്തിലും തീർത്ത പരമ്പരാഗത ആഭരണങ്ങളും പിന്നെ മുത്തുകളൊക്കെ തുന്നിപ്പിടിപ്പിച്ച ചെരുപ്പുകളും നോന്യ കബായ എന്നറിയപ്പെടുന്ന വസ്ത്രങ്ങളും ഇതിൻ്റെയൊക്കെ വലിയൊരു ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. പിന്നുള്ള ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫർണിച്ചറുകളാണ്. മദർ ഓഫ് പേൾ പിടിപ്പിച്ച ഫർണിച്ചർ, കറുത്ത തടിയിൽ തീർത്ത ഫർണിച്ചറുകൾ മാൻഷൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. ഒത്തിരി ഫർണിച്ചറുകൾ അങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കയറി കണ്ടത് ഡൈനിങ് ഹാളാണ് കേട്ടോ. ഒരു അതിഥികളെ സൽക്കരിക്കാനൊക്കെ ഒരുക്കിയിട്ടുള്ള നീളമേറിയ ഒരു ഡൈനിങ് ടേബിളാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടിരിക്കുന്നത്. പഴയകാല ബെഡ്റൂമും വധൂവരന്മാരുടെ മുറികളും പിന്നെ കുറേ പെയിൻറ്റിങ്ങുകളും അടുക്കളയിലുള്ള പഴയ പാത്രങ്ങളും ഇതൊക്കെ സഞ്ചാരികൾക്കൊരു പുതിയ ഒരു മറ്റൊരു ലോകത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവരുടെ കിച്ചൺ സാധനങ്ങളാണ് കേട്ടോ കാണിച്ചിരിക്കുന്നതെല്ലാം. ടിഫിൻ കാരിയർ കണ്ടില്ലേ, പഴയ ആ ഒരു മാതൃകയിലുള്ള
പലതരം പിഞ്ഞാണ പാത്രങ്ങൾ കേട്ടോ, ഒരുപാട് പിഞ്ഞാണ പാത്രങ്ങൾ. ഇത് നോക്കിയ വാട്ടർ ഫിൽറ്റർ ആ കാലഘട്ടത്തിൽ നോക്കണം നമ്മൾ, 1800 ആ വർഷങ്ങളിലുള്ള പാത്രങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ആഡംബരത്തിന് വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ട, നമുക്ക് ഇവരുടെ പാത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടില്ലേ, നമ്മളൊക്കെ ഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 10-25 വർഷം. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്യാസിലാണ് ഇവർ ഈ കുക്കിംഗ് ഒക്കെ നടത്തിയെന്നുള്ളതിൻ്റെ തെളിവ് ഇവിടെയുണ്ട്. ഇതിൻ്റെ വാസ്തുവിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനീസ് യൂറോപ്യൻ ശൈലിയുടെ ഒരു സങ്കരമാണ് ഈ വാസ്തുവിദ്യ. സ്കോട്ടിഷിൻ്റെ ഇരുമ്പ് തൂണുകൾ, ഇംഗ്ലീഷ് ടൈലുകൾ, ചൈനീസ് തടികളും കൊത്തുപണികളും ഒക്കെ നമുക്ക് ഇവിടെ ദർശിക്കാൻ പറ്റും. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചുങ് കെങ് ക്യൂൻ പറഞ്ഞ ഒരു ചൈനീസ് ബിസിനസ് പ്രമുഖനാണ് ഈ ഒരു മാൻഷനായിട്ട് നിർമ്മിച്ചതല്ല, പുള്ളിയുടെ വീടും പിന്നെ ഓഫീസും കൂടിയായിരുന്നു ഇത് മാത്രമല്ല കേട്ടോ. പ്രശസ്തമായ ക്രേസി റിച്ച് ഏഷ്യൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ടിംഗ് മൊത്തമായിട്ട് ഇവിടെയാണ് നടന്നത്. പിന്നെ അത് കൂടാതെ ദി ലിറ്റിൽ നോഞ്ഞ എന്ന് പറഞ്ഞുള്ള ഒരു സീരിയലിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഒരു റോയൽ ടച്ചാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ചതൊന്നുമല്ല ഇതൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ സാധനങ്ങളാണ്. ഇന്ന് നമുക്ക് ഇത്രയും ആർഭാടമുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി, അങ്ങനെയുള്ള ഒരു നിർമ്മാണമാണിത്. അപ്പോൾ ഇവിടെ വരുന്നവർ നിർബന്ധമായിട്ട് ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമ്മളുടെ നൂറ്റാണ്ടിൽ പൂർവികർ പല രാജ്യങ്ങളിലും എങ്ങനെയാണ് അവരുടെ ജീവിതം നയിച്ചതെന്നുള്ളതൊക്കെ നമുക്കിവിടെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഇവിടെ ഒരു ലൈവ് ഷോകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ടൈം നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഷോയ്ക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മിക്കവാറും കണ്ട് തീർന്നുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി വന്നു. അപ്പോൾ കയ്യിലുള്ള ആ സീലുണ്ടല്ലോ ഒരു ടിക്കറ്റ്, അത് പോയി പോകരുതെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ നിർബന്ധം. ഇതൊരു സിംഗിൾ ചെയറാണ് കേട്ടോ. സിംഗിൾ ചെയർ എന്ന് പറഞ്ഞാൽ 2 സീറ്റ് ഉണ്ട്. ഒരാൾ ഇങ്ങോട്ട് ഇരിക്കുക, ഇവിടുന്ന് പിന്നെ ഒരാൾക്ക് അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടിരിക്കുക. അപ്പം ശരിക്കും നമ്മൾ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്ന മാതിരി ഉണ്ടാവും. ഏകദേശം ഇതേമാതിരി ഞാൻ ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരിട്ട് വർത്താനം പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു സൗകര്യം ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോഴും നല്ല എവിടെയും കാണാത്തൊരു സാധനം അല്ലേ. പിന്നുള്ള നമ്മൾ എവിടെ പോയാലും കാണുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എവിടെ പോയാലും കാണുന്ന മാതിരിയുള്ള വലിയൊരു സുവനീറുകളുടെ കളക്ഷനുള്ള സ്ഥലമുണ്ട്. ബുക്കുകളുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ അറിയുന്ന ബുക്കുകളുണ്ട്. കുറേ പെയിൻറ്റിങ്ങുകൾ നമുക്കിവിടെ കാണാം. ഒരു വാള് മൊത്തമായിട്ട് പെയിൻറ്റിങ്ങുകളാണ്. ഇതൊക്കെ ഒരു ചൈനീസ് ടച്ച് പെയിൻറ്റിങ്ങുകളാണ് കാണുന്നത്. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് കാണാം. ഇവിടെ നമ്മളൊന്നല്ല കേട്ടോ, ഇവിടെയൊക്കെ ബിസിനസ് നടക്കണമെങ്കിൽ സായിപ്പ് വരണം. പിന്നെ ഇതാ മാഗ്നറ്റ്, പിന്നെ കുറേ ക്ലോത്ത് ഐറ്റംസ് കാണാം, കുറേ കുട്ടികളുടെ ടോയ് ഐറ്റംസ് അത് കാണാം. മെൽവിൻ അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ നല്ല അവരുടെ പഴയകാല ഡ്രസ്സ് മാതിരിയുള്ള കുറേ ഡ്രസ്സുകൾ കാണാം, ഷർട്ടുകൾ അതവിടെ കുറേ കാണുന്നുണ്ട്. അപ്പുറത്തേക്ക് പോയാൽ എംബ്രോയ്ഡറീൻ്റെ ഒരു സെക്ഷനുണ്ട്. അങ്ങനെയുള്ള വളരെ വൈഡായിട്ടുള്ള ഒരു വലിയൊരു ഏരിയ തന്നെ ഇതേമാതിരിയുള്ള സുവനീറുകൾക്കും മറ്റുള്ളതുമായിട്ട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ, അടിപൊളി. നമുക്കിനി ആ പെർണഗൻ മ്യൂസിയത്തിൽ ഒരു ഷോ ഉണ്ട്, അത് അടുത്തത് 1:30 മണിക്കാണ്. ഇപ്പോൾ മണി 11:30 11:45 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സിറ്റിയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നല്ല വലിയൊരു രാജി സിൽക്ക് പാലസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു ടെക്സ്റ്റൈൽ ഇതവിടെ കാണാം നമുക്ക്. ഇത് മിക്കവാറും തമിഴരുതായിരിക്കും. ഇത് ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റാണ് കേട്ടോ. കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്.
ആനന്ദ് ഭവൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ തമിഴ് ആ റെസ്റ്റോറൻറ്റ് കാണാൻ ഇവിടെ കണ്ടില്ലേ കുറേ നമ്മളെ ഒരു നാടൻ ഫുഡ് മാതിരിയുള്ള കുറേ വട, ഉഴുന്ന് വട, പരിപ്പ് വട, പിന്നെ ബോണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാം. പഴംപൊരി ഇതൊക്കെ കാണുന്നുണ്ട്. ഒക്കെ പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. നമ്മളെ തമിഴ് വംശജർ കൂടുതൽ താമസിക്കുന്ന അല്ലെ ഇന്ത്യക്കാർ കൂടുതലുള്ള ഭാഗത്ത് തോന്നുന്നു. ഇവിടുത്തെ ഒരു പാട്ട് കേട്ടില്ലേ, ഇതിലെങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലൊരു സ്ട്രീറ്റിൽ കൂടി അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊരു സ്ട്രീറ്റിൽ കൂടി പോകുന്ന മാതിരി ഉണ്ട് കേട്ടോ. കാരണം ഇത് അവിടെ ഇതൊരു വേറൊരു ടെക്സ്റ്റൈൽ തമിഴിലൊക്കെ ബോർഡ് എഴുതി, ഇവിടെ കുറേ പൂക്കള സ്റ്റോർ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് നമ്മളെ ജോർജ് ടൗണിലുള്ള ഈ ലിറ്റിൽ ഇന്ത്യ ഏരിയ കേട്ടോ. കാരണം നമ്മളെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും. അതല്ലാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങളിപ്പോൾ ആ ഷോൻ്റെ ഹാളിൽ കയറി കേട്ടോ. 1:30 മണിക്കാണ് ഇതിൻ്റെ. ഇനി 5 മിനിറ്റ് കൂടി ഉണ്ട് തുടങ്ങാൻ. എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വിശദീകരിക്കുന്നതായിരിക്കും വിചാരിക്കാം. നല്ല റൂം, നല്ലൊരു AC റൂം. കറക്റ്റ് ടൈമിന് ഷോ തുടങ്ങി കേട്ടോ. 2-3 ആളുകൾ അവതരിപ്പിക്കുന്ന എന്താ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ലവ് ഉണ്ട്, അങ്ങനെയുള്ള സീനുകളൊക്കെ ഉള്ള ഒരു ഷോ ആണ് ഇവിടെ ഉള്ളത്. ഒരു കോമഡി ഷോ ആണ്. എന്തായാലും ഇത് നല്ല രസികം പരിപാടികളാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി നേരം ഉണ്ട്, ഏകദേശം ഒരു 1/2-3 മണിക്കൂർ പരിപാടികളുള്ള സൈസ് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു ഫുഡ് കഴിക്കണം. ഇപ്പോൾ 2:15 സമയം. അപ്പോൾ നമ്മളിവിടെ ഒരു പറഞ്ഞ മാതിരി ലിറ്റിൽ ഇന്ത്യയിലാണല്ലേ, ഇന്ത്യൻ ഫുഡുകളൊക്കെ വേണ്ട മാതിരി ഉണ്ട്. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഇവിടെ ശ്രീ ആനന്ദ ഭവൻ തമിഴരായിരിക്കും. അപ്പോൾ അവിടെ വെജ് മീലുണ്ട് വിത്ത് മറ്റേ ഇലയിട്ടിട്ടുള്ള ചോറുണ്ട്, പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് പറ്റിയതാണ്. പിന്നെ മസാല ദോശ, നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ചപ്പാത്തി കറി ഉണ്ട്. ഏതാ വേണ്ടത് വെച്ചാൽ പറയാം. നമ്മൾ ഇന്ന് കുറേ ദിവസമായി നമ്മൾ ഫുഡ് മീൽസ് കഴിച്ചിട്ട്. അപ്പോൾ ഇന്നൊരു മീൽ നോക്കാമെന്ന് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ ഇലയിട്ടിട്ടുള്ള സദ്യ. സാമ്പാറുണ്ട്, രസമുണ്ട്, പിന്നെ തോരൻ, അച്ചാറ്, ചട്നി, അങ്ങനെയുള്ള കുറേ സാധനം, പപ്പടം. നല്ല സൂപ്പർ. നല്ല എങ്ങനെയുണ്ട് മെൽവിൻ? ഏക്കണില്ലടാ, നല്ല ഫുഡ് കേട്ടോ. ഇന്ന് ഈ നമ്മളെ ലിറ്റിൽ ഇന്ത്യ കൂടി നടന്നിട്ട് നമ്മൾ ആകെ കരുവാളിച്ചിട്ടോ. നമ്മളിപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഫുഡോട് കൂട്ടിയിട്ട് നമ്മൾ നിർത്തി. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ്. അപ്പോൾ നല്ല മഴക്കാറുണ്ട് ഇവിടെ. എപ്പോഴാണ് മഴ പെയ്തുവിടുകയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലേക്ക്. മെൽവിനത് മുന്നിൽ ഇവിടെ ഒത്തിരി ലേഡീസ് ഡ്രൈവേഴ്സ് ഉണ്ട് കേട്ടോ ടാക്സിയിൽ. അങ്ങനെ ഫുഡിൻ്റെ ഒന്നും പറഞ്ഞില്ലല്ലോ. സൂപ്പർ ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കിൾ റിക്ഷയിൽ ടൗൺ കാണാൻ കറങ്ങിയ ആ സ്ഥലം തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഗ്രാബിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും ടയേർഡാണ്. അപ്പോൾ ടയേർഡാണെങ്കിൽ കൂടി നമ്മളെ
ഒരാഴ്ചത്തെ ട്രിപ്പ് ഇന്നത്തോടുകൂടി തീരുകയാണ്. നാളെ രാവിലെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കും. അപ്പോൾ ഈ ടൗൺ ഒന്നുകൂടി നമ്മൾ ആസ്വദിച്ച് കാണുകയാണ്. എന്ത് വൃത്തിയുള്ള സ്ഥലമാണെന്ന് നോക്കിയാൽ ഒരു പ്ലാന്റ് സിറ്റിയാണ്. വലത് ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു വൈറ്റ് ഹൗസ് മാതിരിയുള്ള ഫുള്ളി വൈറ്റ് അടിച്ചിട്ടിരിക്കുന്ന ഒരു ബിൽഡിങ് കാണാം. അതിൻ്റെ അടുത്തൊക്കെ നല്ല നല്ല ബിൽഡിങ്ങുകൾ കിട്ടും. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഒരു ദ്വീപിൽ, ചെറിയൊരു ദ്വീപിലുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ നാളെ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബ്യൂട്ടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് എന്തായാലും. അപ്പോൾ വരണം കേട്ടോ ഇവിടെ. നമ്മൾ മിക്കവാറും എല്ലാ ട്രാവൽസും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോലാലംപൂർ അല്ലെങ്കിൽ അതിനടുത്ത സ്ഥലങ്ങൾ, ടിൻ ടവർ, പിന്നെ അവിടെ ഒരു ഇതുണ്ട് ജെൻറ്റിങ് ഐലൻഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ചു പോരുക ചെയ്യുക. പക്ഷേ റിലാക്സ് ചെയ്തും കൊണ്ട് നമുക്ക് സ്ഥലങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ട്രാവൽസിനെ ഡിപ്പെൻഡ് ചെയ്താൽ നടക്കില്ല. കാരണം അത് നടക്കില്ല എന്തായാലും. അവർ ചെറിയൊരു ടൈം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. കാരണം അതൊരു പൈസയുടെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ സ്ഥലത്ത് നമ്മൾ കസ്റ്റമൈസ്ഡ് ഒരു ട്രിപ്പ് അടിച്ച് വരുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ടൗണൊക്കെ ആസ്വദിച്ച് കണ്ട്. കാരണം ഇവിടെയൊന്നും വരുന്ന ഒന്നും പേടിക്കാനില്ല. കാരണം മിക്കവാറും തമിഴരും മലയാളികളുമാണ്. പിന്നെ ഗ്രാബ് വിളിച്ചാൽ 1-2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഗ്രാബ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്കുള്ള വിഷമം, മെൽവിനൊക്കെ ഏകദേശം നാളെ പോകണമല്ലോ, പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് മെൽവിനും വൈഫും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ സിറ്റിയുടെ ഒരു മനോഹാരിത കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളെ പെനാങ്ങിലെ അവസാന ദിവസം ഇന്ന് കറക്കൊന്നുമില്ല. ഇവിടെ നേരെ എയർപോർട്ടിൽ നിന്ന് പെനാങ് എയർപോർട്ടിൽ നിന്ന് കോലാലംപൂർ ടു ട്രിവാൻഡ്രം. ഇതാണ് ഇന്നത്തെ നമ്മൾ ട്രിപ്പ് കിട്ടും. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്ടായിരുന്നു. ഒക്കെ റെഡിയായി, എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പെട്ടി റെഡിയായി, എല്ലാം റെഡിയാണ്. ഇപ്പോൾ മെൽവിൻ ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കളിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നേരെ പെനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഗ്രാബ് വന്നു കേട്ടോ, നേരെ എയർപോർട്ടിലേക്ക്. എന്താണ് പെനാങ്ങിൻ്റെ അഭിപ്രായം? സൂപ്പറായിരുന്നു. ഇവിടുന്ന് യാത്ര പറയാണ്. അപ്പോൾ പെനാങ്ങിനോട് ഞങ്ങൾ യാത്ര പറയാണ്. മെൽവിൻ ഇതാ, മെൽവിൻ റെഡി. അപ്പൊ ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക്. അപ്പം ഗ്രാബൊക്കെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. പെട്ടെന്ന് വണ്ടി കിട്ടി. അപ്പം ഇനി നേരെ പെനാങ്ങിനോട് യാത്ര പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ മെർക്യൂർ ഹോട്ടലിനോട് യാത്ര പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് ഓൾറെഡി ക്യാൻസൽഡ് ആയിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ച ഫ്ലൈറ്റ്. അതിന് ശേഷം വേറെ ഒരു മെസ്സേജൊക്കെ വന്നിരുന്നു, ഫ്ലൈറ്റ് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതൊന്നും കണ്ടില്ല. അപ്പോൾ ആകെ ടെൻഷനായിരുന്നു. ബട്ട് ഒക്കെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനി സെക്യൂരിറ്റി ചെക്ക്, ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ചെക്കിംഗ് ഒക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. ചെക്കിങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ അതിൻ്റെ ബോർഡിങ്ങിൻ്റെ സ്ഥലത്തെത്തി. നമ്മളെ ഗേറ്റ് A1A ആണ്. ഇവിടെ നല്ല ഷോപ്പിങ്ങിന് പറ്റിയ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള നല്ലൊരു ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഇവിടെ നല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് നാച്ചുറൽ ലൈറ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സൊക്കെ ടോപ്പിലിട്ട് അങ്ങനെ ഒരു അടിപൊളി ഒരു എയർപോർട്ട് കേട്ടോ. ഇവിടെ ലോഞ്ച് ഉണ്ട്, വേണമെങ്കിൽ ലോഞ്ചിൽ കയറാം. പക്ഷേ എനിക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ ലോഞ്ച് പാസ് ഉള്ളൂ. അപ്പോൾ അതൊരു വിഷയമാണ്. ഞങ്ങൾ 3 ആളില്ലേ. ഇനി ഞാൻ എൻ്റെ ഗേറ്റ് നോക്കട്ടെ. ഗേറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയൊക്കെ പിന്നെ നോക്കാം. മലേഷ്യൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇത് ബോർഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സൗകര്യങ്ങളുള്ള നല്ല വലിയ റൺവേ ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ ഇത്. ഇന്ന് ഇവിടെ കാലാവസ്ഥ ഇത്തിരി മോശമാണ്, മഴ പെയ്തില്ല എന്നേ ഉള്ളൂ. നല്ല മേഘാവൃതമായ അന്തരീക്ഷങ്ങളാണ്. ഈ റൺവേൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. നിറയെ മലകളും നല്ല നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം നമുക്ക് ഇവിടെ. ഈ ഏരിയയിലേക്ക് ഫ്ലൈറ്റ് വരും തോന്നും കേട്ടോ. അതാ ഇവിടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു ലോഞ്ച് കയറിയതാണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു സൈഡ് ഇതാ, ഫ്രൂട്ട്സൊക്കെ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കാണാം. പിന്നെ ഇവിടെ ഇതാ ജ്യൂസ് ഐറ്റംസൊക്കെ കാണാം.
നല്ല ലോഞ്ച്. ബട്ട് ലിക്കർ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. കാൾസ്ബർഗിൻ്റെ ഒരു ബിയറുണ്ട്, പിന്നെ കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സും ഉണ്ട് കേട്ടോ. പെനാങ് ടു കോലാലംപൂർ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയ ഫ്ലൈറ്റ് റൈറ്റ് ടൈമിന് തന്നെ എടുത്തിട്ടോ. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ടൈം മാറിയുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സാവുമോ എന്നുള്ളത്. അത് മിസ്സാവാനുള്ള സാധ്യതയില്ല, ഏകദേശം റൈറ്റ് ടൈം തന്നെയാണ്. അങ്ങനെ നമ്മൾ കോലാലംപൂർ ഇറങ്ങി കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. നമുക്ക് നേരത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു ദിവസം കോലാലംപൂർ നിന്നാലോ. പക്ഷേ തീരെ നിവർത്തില്ലാത്ത മാതിരി നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ ഫ്രണ്ടിലായിരുന്നു ഫ്ലൈറ്റിൽ സീറ്റ് എൻ്റെ. അപ്പോൾ എൻ്റെ കൂടെ രജിതയും മോനും ബാക്കിലാണ്, അവരെ വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഇവിടുന്ന് വേറെ ഫ്ലൈറ്റ് നോക്കണം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയ ടെർമിനലിൽ മാറിയിട്ട് ടെർമിനൽ 1 പോകണം. അത് ഇവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് വേണം പോകാൻ. ഇതിനുള്ളിൽ തന്നെയുള്ള ട്രെയിനാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. പിന്നെ നല്ലൊരു ഒരുപാട് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ വലിയൊരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ നമ്മളുടെ കോലാലംപൂർ എയർപോർട്ട്. അടിപൊളി എയർപോർട്ടാണ്. നമുക്ക് സമയമുണ്ട്, ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സമയമുണ്ട് നമുക്കിനി. അപ്പോൾ ട്രെയിൻ പിടിച്ച് അവിടെ എത്തി പിന്നെ ലോഞ്ചിലൊക്കെ പോകാനുള്ള ഇപ്പോൾ ഒരു മൂഡായിട്ടുണ്ട് കേട്ടോ. കാരണം വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കട്ടെ. ആദ്യം നമ്മൾ ട്രെയിൻ പിടിക്കട്ടെ. നമ്മൾ കോലാലംപൂർ ഇറങ്ങിയ ആ ടെർമിനലിൽ നിന്ന് മാറിയിട്ട് നമുക്ക് തിരുവനന്തപുരം വരുന്നത് ടെർമിനൽ 1 അപ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് ടെർമിനൽ 1 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ നേരം ബസ് യാത്ര ഉണ്ട് കേട്ടോ. അത് ഷട്ടിൽ സർവീസ് ഉണ്ട്, അവരുടെ തന്നെ ബസ്സുണ്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒന്നുമല്ല, പുറത്ത് വന്നിട്ട് വേറെ ഒരു നാട്ടിലേക്ക് തന്നെയാണ് അത് ശരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ വന്നു, ബോർഡിംഗ് പാസ് എടുത്തു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പുറത്തല്ല, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് ഉള്ളിലാണ്. അപ്പോൾ ഇവിടുത്തെ ലോഞ്ചിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ. കുറച്ച് ഫുഡൊക്കെ എടുത്തു, കാണിച്ചു തരാം. കുറച്ച് ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ, ഭയങ്കര തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ് അവിടെ. സീറ്റില്ല, പിന്നെ പ്ലേറ്റ് ഇല്ല, കപ്പ് ചായക്ക് കപ്പ് ചോദിച്ചാൽ അതില്ല എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക്. കാരണം ഈ സമയത്ത് കുറേ ഫ്ലൈറ്റുകൾ പോകാനുണ്ട് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഒരു തിരക്കായിരിക്കും. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി സമയമുണ്ട്. അപ്പം കുറച്ചൊരു സീറ്റ് ഇപ്പോൾ കുറച്ച് നേരം നിന്നതിൻ്റെ ശേഷം സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ഒരു യാത്രയിൽ തിരുവനന്തപുരം ലോഞ്ച് ഉപയോഗിച്ചു. പിന്നെ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ പെനാങ്ങിൽ എത്തുന്നതിന് മുന്നേ കോലാലംപൂരിലുള്ള ലേ ഓവറിൽ എനിക്ക് ലോഞ്ച് ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ അത്ര ആവശ്യം വന്നില്ല. ഫുഡൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ കിട്ടീനി. മലേഷ്യൻ എയർലൈനിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിൽ തന്നെ കിട്ടിയതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ നേരെ പെനാങ് പോയി. പെനാങ്ങിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് വരുന്ന വഴി പെനാങ് ലോഞ്ചിൽ ഞാൻ കയറി. ഇപ്പോൾ ഇതാ കോലാലംപൂർ ലോഞ്ചിൽ വിത്ത് വൈഫ്. കാരണം കോംപ്ലിമെൻ്ററി തന്നെയാണ്. 3 മാസത്തിൽ ഒരു ഗസ്റ്റിനെയും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഇൻ്റർനാഷണലിൽ. അപ്പോൾ അങ്ങനെ വൈഫും കയറി. അപ്പോൾ നല്ലൊരു കാർഡാണ് കേട്ടോ, SBIൻ്റെ ഓറം കാർഡ്. അപ്പോൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ഫുഡ് കഴിച്ചേക്കട്ടെ. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ തിരിച്ചെത്തിട്ടോ. ഇപ്പോൾ മണി ശരിക്കും ഇവിടുത്തെ മണി 12:30 മണിയായി. ഇപ്പോൾ ഇവിടെ 12:30 മണിയായി. നല്ല ഉറക്കം, തീരെ ഉറങ്ങിയില്ല. ഇനി ഇവിടുന്ന് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ എമിഗ്രേഷൻ കാര്യങ്ങൾ, ഒരു ബാഗ് നമ്മൾ ലഗേജിൽ വിട്ടിട്ടുണ്ട്, അതെടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത് വന്ദേ ഭാരതാണ് കേട്ടോ. വന്ദേ ഭാരത് പോകണമെന്ന് കരുതിയിട്ട് ഇതുവരെ പോകാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ നമ്മൾ വന്ദേ ഭാരത് ബുക്ക് ചെയ്ത് ഞാൻ പറഞ്ഞത് 5 മണിക്കാണ്, 5:15 അത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ വരാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നമ്മൾ കോഴിക്കോട് എത്തും. അപ്പോൾ വന്ദേ ഭാരതിലുള്ള
വന്ദേ ഭാരത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടി ഉള്ളതാണ് ഈ ട്രെയിൻ ബുക്ക് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ചെറിയ സമയം കൂടി ഉള്ളൂ, നോക്കാം. അങ്ങനെ നമ്മൾ വന്ദേ ഭാരത് ഇതാ നമ്മൾ സ്റ്റേഷനിലേക്ക്, ട്രിവാൻഡ്രം സ്റ്റേഷനിലേക്ക് എത്തി. ഇനിയപ്പോൾ നമുക്കിതിൽ നിന്ന് കുറഞ്ഞ സമയത്തെ യാത്ര കൊണ്ട് നമുക്ക് കോഴിക്കോട് എത്തും. അപ്പോൾ ഈ വന്ദേ ഭാരത് കയറാനുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ. കാരണം ഇത്രയും ഇറങ്ങിയ കാലത്ത് തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് മുന്നേ എനിക്ക് കാലിക്കറ്റിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ വന്ദേ ഭാരത് കയറേണ്ടത് കൊണ്ട് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ വന്ദേ ഭാരത് ഇല്ലാത്താണ് നമ്മളുള്ളത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ, കാരണം എൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടല്ലോ, ഏകദേശം അതിൻ്റെ ഒരു പടി മുകളിലാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. നല്ല വൃത്തിയുള്ള കോച്ച്, പിന്നെ നല്ല സൗകര്യമുള്ള ടോയ്ലറ്റുകൾ, വേണ്ട എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഇൻ്റർനാഷണൽ. നമ്മൾ പല രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ ആലോചിക്കലുണ്ട് നമ്മുടെ നാട്ടിലെന്നാൽ ഇങ്ങനെയാവുക എന്നുള്ളത്. അതിൻ്റെ ഒരു ആദ്യ പടിയായിരിക്കാം ഇത്. നല്ല ഭംഗിയുള്ള കമ്പാർട്ട്മെൻറ്റുകളും ടോയ്ലറ്റുകളും, വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ട്. കാരണം ഒത്തിരി കാലമായിട്ട് ഇത് ഇറങ്ങിയില്ലേ, അപ്പോൾ എന്നാലും ഇതിൻ്റെ വൃത്തികളൊന്നുമില്ല. പക്ഷേ അത് കോഴിക്കോട് നിന്ന് എടുക്കുന്നതുകൊണ്ടായിരിക്കും, ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും അതിമനോഹരമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള, കോച്ചിൻ്റെ ഉള്ളിലുള്ള സ്ഥിതി നോക്കി, സീലിങ്ങൊക്കെ ഭംഗിയായിട്ട് ഏകദേശം ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യൂ നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും. അത്രയും മനോഹരം തന്നെ അത് പറയാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് യാത്രയുണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നമുക്കൊരു പത്രം കൊണ്ട് തന്നു കേട്ടോ. കാരണം മോർണിംഗിലല്ലേ, അപ്പോൾ പത്രം തന്നു. പിന്നെ ചായ, അതിന് ശേഷം ഒരു വെറും ചായ തന്നു. കുറച്ച് കഴിഞ്ഞപ്പം ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അങ്ങനെയുള്ള വേണ്ട മാതിരിയുള്ള ഒരു ട്രീറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടി. അപ്പോൾ വന്ദേ ഭാരത് കയറി. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്രയും കാലമായിട്ടുണ്ടെങ്കിലും നല്ല ക്ലീനാണ്. പിന്നെ നല്ല ടോയ്ലറ്റുകളാണ്, എല്ലാം ഭംഗിയായിട്ടുണ്ട്. വളരെ വേഗത്തിൽ എത്തുകയും ചെയ്യുന്നുള്ള സൗകര്യമുണ്ട്. അപ്പം ഈ വീഡിയോ നമ്മളെ പെനാങ് വീഡിയോ ഇതോടുകൂടി അവസാനിക്കും. നല്ല ക്ഷീണം, നല്ല ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം മണി 5 10 മിനിറ്റ് കൊണ്ട് ട്രെയിൻ എടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീണ്ടും പുതിയൊരു വീഡിയോ കാണും വരെ ബൈ.